ശ്രീ വെമ്പായ നസീർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഇത് കേരളത്തെക്കുറിച്ച് ഈ മലപ്പുറത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായ ചില വിശകലനങ്ങളാണ്, ചില കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അബദ്ധജടിലമായ ചില കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷേ നമ്മൾ പറഞ്ഞതൊന്നും അബദ്ധമല്ല, കൃത്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. വെമ്പായ നസീർ, ഇപ്പോൾ കുറച്ച് സമയമാണെങ്കിലും ഗോപാലകൃഷ്ണൻ ചേട്ടൻ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ കത്തി കയറിയില്ല, വീര്യം കുറഞ്ഞു പോയി. യു വെയിറ്റ് പ്ലീസ്. മനസ്സിലായില്ലേ? പക്ഷേ അവതാരിക മനസ്സിലായില്ലേ? ഞാൻ സംസാരിക്കുമ്പോൾ ഓഹോ, ഗോപാലകൃഷ്ണ സാർ സംസാരിക്കുമ്പോൾ ആഹാ, അതൊക്കെ മാറ്റണം. മനസ്സിലായി? നിങ്ങൾ മൂന്ന് പേരും ഒരു വിഷയത്തിൽ ഊന്നി സംസാരിക്കുന്നു, മറുപക്ഷത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇച്ചിരി സമയം നിങ്ങൾ തരണം. നീതി ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഗോപാലകൃഷ്ണ സാർ വന്ന് നാഗ്പൂരിൽ കലാപം നടക്കുന്നു, ആരാണ് ഭരിക്കുന്നത്? നിങ്ങളുടെ കയ്യിലാണ് ഭരണം, നിങ്ങളുടെ കയ്യിലാണ് എല്ലാ സർവ സജ്ജീകരണങ്ങളും നിങ്ങളുടെ കയ്യിലാണ്. നോമ്പ് പിടിക്കുന്ന അവിടെ മുസ്ലിങ്ങളെയൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് മുസ്ലിങ്ങൾ കലാപകാരികളെന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളാ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുകയാണ്. സംഭവം കലാപം ആര് നടത്തിയാലും, അത് ഹിന്ദു ചെയ്താലും മുസ്ലിം ചെയ്താലും ക്രിസ്ത്യൻ ചെയ്താലും അവനെ കയ്യാമച്ച് തുറുങ്കിലടയ്ക്കണം. പക്ഷേ നിരായുധരായ, ഭരണമില്ലാത്ത, പട്ടിണി പാവങ്ങളായ, നോമ്പം പിടിച്ച് ഈ പേക്കോലങ്ങളായ ആ മുസ്ലിങ്ങളെ നിങ്ങൾ അവിടെ ചെന്ന് ഈ ഇതെല്ലാം കാണിച്ചിട്ട് അവസാനം അവരെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് സത്യം പറഞ്ഞ നെഞ്ചിനകത്ത് നോമ്പ് പിടിച്ച് ഇങ്ങനെ മനസ്സിലായില്ലേ? കലാപം അവരെ നടത്തണമെങ്കിൽ എന്താണ് നടക്കുന്നത് കാണപ്പെട്ട ആ പാവങ്ങൾ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ ആരാണ് കലാപം നടത്തുന്നതെന്നും വീടുകൾ കേന്ദ്രീകരിച്ച് അവിടെ നാഗ്പൂരിൽ ആരാണ് പ്രകോപനം സൃഷ്ടിച്ചത്? ശ്രീ വെമ്പായ നസീർ, അവിടെ ആരാണ് പ്രകോപനം സൃഷ്ടിച്ചത്? നാഗ്പൂരിൽ ആരാണ് പ്രകോപനം സൃഷ്ടിച്ചത്? സംഭവത്തിന്റെ തുടക്കം താങ്കളൊന്ന് പറയൂ. ഞാൻ സംസാരിക്കുമ്പോൾ ഞാനല്ല നിങ്ങൾക്കെതിരായിട്ടൊന്നും സംസാരിക്കണം. നിങ്ങളുടെ പാനലിൽ ഇരിക്കുന്നവരെല്ലാം ശരിയായി സംസാരിക്കുന്നു എന്ന് നമ്മളെ കാണുന്നതെല്ലാം മഞ്ഞയാണെന്ന് തോന്നരുത്, മനസ്സിലായില്ലേ? അപ്പം എനിക്ക് തോന്നലും നിങ്ങൾക്ക് തോന്നലും, പക്ഷേ നീതിയുടെ പക്ഷത്ത് നിൽക്കണം. പക്ഷേ ഞാനത് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്നാലും ഞാനത് പറയുന്നത് ദയവ് ചെയ്ത് ഇടയ്ക്ക് കയറരുത്. അവിടെ ആര് കലാപം നടത്തിയാലും, പോലീസുകാരുടെ കയ്യിൽ, ഈ പാവപ്പെട്ട ഈ പറഞ്ഞ മുസ്ലിങ്ങളുടെ കയ്യിലാണോ? കേന്ദ്രം അവരുടെ കയ്യിലാണോ? പറയണം. ഇന്റലിജൻസ് അവരുടെ കയ്യിലാണോ? ക്രൈം ബ്രാഞ്ച് അവരുടെ കയ്യിലാണോ? ഭരണ സംവിധാനം അവരുടെ കയ്യിലുണ്ടോ? പറയണം. എന്നിട്ടും നിങ്ങൾ അവരെ ഇത് പറയുന്നത്, അതാണ് പറയുന്നത് നിങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കണമെന്ന്. ആര് കലാപം നടത്തിയാലും അവരെ കൊണ്ടുവരണം. നിരായുധരായ പട്ടിണി പാവങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവരെ കലാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ അറസ്റ്റ് ചെയ്യണം. വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ നാഗ്പൂരിനെ ചൊല്ലി പറയുമ്പോഴാണ് അവിടെ വളരെ കൃത്യമായി ബജ്രംഗ് ദളിന്റെ പ്രവർത്തകർ അവരൊരു പോസ്റ്റർ ഒട്ടിക്കുകയാണ്. ആ പോസ്റ്റർ വന്ന് കീറിക്കളയുകയും പിന്നീട് അവിടെ നടന്നത് ഹിന്ദു വിഭാഗത്തിന് നേർക്ക്, ഹിന്ദു വീടുകൾക്ക് നേരെ വലിയൊരു അക്രമമായിരുന്നു. വെറും 10 മിനിറ്റ് കൊണ്ടാണ് അവിടെ നൂറുകണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടുകയും ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ അടക്കമുള്ള ആളുകൾ ആ വയലന്റ് മോബായി അവിടെ രൂപപ്പെടുകയും പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ക്രമസമാധാന പാലനത്തിന് നിന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം മാനഭംഗപ്പെടുത്തുന്ന രീതി അവിടെ ഉണ്ടായത്. അവരെ ലൈംഗികമായി പോലും ആക്രമിക്കാൻ ശ്രമം നടന്നു. ഇത് നോമ്പ് നോറ്റിരിക്കുന്ന യഥാർത്ഥ നല്ല മുസൽമാന് ചേർന്നതാണോ ശ്രീ വെമ്പായ നസീർ? എന്തെങ്കിലും തെളിവുണ്ടോ? ഞാൻ അവരെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ടെലിവിഷൻ കാണുന്നില്ല. താങ്കൾ പത്രം വായിക്കുകയും ടെലിവിഷൻ കാണുകയും വളരെ കൃത്യമായി ദേശീയ മാധ്യമങ്ങൾ നിങ്ങൾക്ക് എന്ത് എഴുതി വിട്ടുകൂടാ, പറഞ്ഞുകൂടാ. പക്ഷേ ദേശീയ മാധ്യമങ്ങളെ നിങ്ങളുടെ കയ്യിൽ മുസ്ലിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പോസ്റ്റർ വലിച്ചിട്ടുള്ള ധൈര്യം നടത്താൻ മുസ്ലിങ്ങൾക്കില്ല. ആ പട്ടിണി പാവങ്ങള്, ഋഷഭലിക്കാര്, മനസ്സിലായി? പട്ടിണി പാവങ്ങൾ, ചെരുപ്പ് കുത്തിലെ പാവങ്ങൾ, അവർ ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ 35-40 രൂപ കിട്ടും. അതുകൊണ്ടൊന്ന് 2 റൊട്ടി മാറ്റി എന്തെങ്കിലും മാറ്റി കഴിച്ചു നോമ്പ് പിടിച്ച് നടക്കണ ആ പാവങ്ങൾ, എഴിച്ച് നടക്കാൻ ഒരു ആരോഗ്യമില്ലാത്ത പാവങ്ങൾ, കലാപകാരികൾ, പോസ്റ്റർ വലിച്ചിടാൻ ഇത് ജനൻ TV-യിൽ നിങ്ങൾ വിശ്വസിച്ച കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഇതൊന്നും മറ്റോ ചാനലിലൊന്നും അവരൊന്നും ചർച്ച ചെയ്യാത്തത്. നിങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്കൾ ഇടതുപക്ഷ നിരീക്ഷകനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ താങ്കൾ
ഒരു SDPI പ്രവർത്തകന്റെ ലെവലിനേക്കാൾ ഉയർന്ന രീതിയിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ നാഗ്പൂരിൽ നടന്നത് എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം കാണുന്നില്ല, കേൾക്കുന്നില്ല, അത് നമ്മുടെ പ്രശ്നമല്ല. വളരെ കൃത്യമായി നാഗ്പൂരിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ഹിന്ദു വീടുകൾ കേന്ദ്രീകരിച്ച് ഈ കല്ലേറ് നടത്തുന്ന, അക്രമം നടത്തുന്ന അക്രമികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതല്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? ബഹുമാന്യനായ അവതാരികയുടെ ഒരു തിരുത്തുണ്ട്. ഞാൻ CPM പ്രവർത്തകനല്ല, ഞാൻ ഇടത് നിരീക്ഷകനാണ്. CPM പ്രവർത്തകന്റെ സ്വരം എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. അങ്ങയുടെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. താങ്കൾ പറഞ്ഞു